ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവർ, യുവജനങ്ങൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ വികസനത്തിലൂടെയാണ് രാജ്യം പുരോഗതി കൈവരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശൂരിൽ റോഡ് ഷോയിലും വനിതാ സംഗമത്തിലും അദ്ദേഹം പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ സുസ്ഥിര വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. കവരത്തി ദ്വീപിൽ 1156 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ 9 വർഷത്തിനിടെ വലിയ മുന്നേറ്റമുണ്ടായതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. അദാനി ഹിൻഡൻബർഗ് വിഷയം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന ഹർജി തള്ളി സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര പര്യടനം തുടരുന്നു. ഇതുവരെ വിതരണം ചെയ്തത് 1.64 കോടി ആയുഷ്മാൻ കാർഡുകൾ. ഇന്ത്യയ്ക്കെതിരായ കേപ്പ് ടൌൺ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 55 റൺസിന് പുറത്ത്. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവർ, യുവജനങ്ങൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ വികസനത്തിലൂടെയാണ് രാജ്യം പുരോഗതി കൈവരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ പ്രയോജനം അവരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. जब देश के गरीब, देश के युवा, देश के किसान और देश की महिलाओं का विकास होगा, तभी देश का विकास होगा. इसलिए बीजेपी सरकार की योजनाओं का बड़ा लाभ इन 4 जातियों को सबसे ज्यादा मिला है. സ്ത്രീകളുടെ ക്ഷേമത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വിവിധ നടപടികൾ പ്രധാനമന്ത്രി പരാമർശിച്ചു. സമീപകാലങ്ങളിൽ ലോകം നിരവധി ദുരന്തങ്ങളെ നേരിട്ടെന്നും എന്നാൽ ഭാരതീയർ ലോകത്തെവിടെ പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും അവരെ സർക്കാർ സുരക്ഷിതരായി തിരിച്ചെത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. बीते वर्षों में दुनिया में कैसे कैसे संकट आए हैं, कितना ही बड़ा संकट क्यों ना हो, बीजेपी सरकार ने अपने लोगों को सुरक्षित बाहर निकाला है. സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെയാണ് രാജ്യത്തിന്റെ വികസനമുണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ളത്. തൃശൂർ പൂരത്തിന്റെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ദൌർഭാഗ്യകരമാണ്. ശബരിമലയിൽ വിശ്വാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മ കൊണ്ടാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. പാവപ്പെട്ടവർക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി കേന്ദ്രം നൽകിയ ധനസഹായത്തെക്കുറിച്ചറിയാൻ കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ അനുവദിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ മറച്ചുവെക്കാനാണ് അവരുടെ ശ്രമമെന്നും ശ്രീ നരേന്ദ്രമോദി ആരോപിച്ചു. സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിക്ക് ലഭിച്ച വലിയ പങ്കാളിത്തം കേരളത്തിലെ സ്ത്രീ ശക്തിയുടെ മുന്നേറ്റമായി മാറണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. इस उत्साह को अब हमें केरला में नारी शक्ति के आंदोलन के रूप में आगे बढ़ाना है. एक ऐसा आंदोलन जो विकसित भारत में केरला की सशक्त भूमिका सुनिश्चित करेगा. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, മുതിർന്ന ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, എൻഡിഎയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. പി.ടി. ഉഷ എം.പി, ചലച്ചിത്ര താരവും നർത്തകിയുമായ ശോഭന, ഗായിക വൈക്കം വിജയലക്ഷ്മി തുടങ്ങി ഒട്ടേറെ പ്രമുഖ വനിതകൾ സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തു. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബിജെപി കേരള ഘടകം ആദരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് എൻഡിഎ നേതാക്കൾ ഊഷ്മള വരവേൽപ്പ് നൽകി. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം തൃശൂരിലെ കുട്ടനെല്ലൂരിലെത്തിയ പ്രധാനമന്ത്രി നഗരത്തിൽ നടന്ന റോഡ് ഷോയിൽ പങ്കെടുത്തു. പതിനായിരങ്ങളാണ് റോഡ് ഷോ വീക്ഷിക്കാൻ സ്വരാജ് റൌണ്ടിൽ തടിച്ചുകൂടിയത്. ലക്ഷദ്വീപിന്റെ സുസ്ഥിര വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കവരത്തി ദ്വീപിൽ 1156 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. G20 യോഗങ്ങളിലൊന്ന് ആതിഥേയത്വം വഹിച്ചത് ലക്ഷദ്വീപിനെ മികച്ച ടൂറിസം കേന്ദ്രമെന്ന നിലയിൽ ശ്രദ്ധ നേടാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു. കൊച്ചി ലക്ഷദ്വീപ് ഒപ്റ്റിക്കൽ ഫൈബർ പദ്ധതി, കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റ്, സൌരോർജ്ജ പദ്ധതി ഉൾപ്പെടെയുള്ള സുപ്രധാന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്.
ജമ്മു കശ്മീരിലെ കത്വയിൽ നാളെ ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പ് എക്സ്പോ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഉദ്ഘാടനം ചെയ്യും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 25 സ്റ്റാർട്ടപ്പുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കും. 6 വനിതാ സംരംഭകരും പരിപാടിയിൽ ഭാഗമാകും. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടെ വലിയ മുന്നേറ്റമുണ്ടായതായി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ആഗോള ജൈവ ഇന്ധന സഖ്യത്തിൽ 22 രാജ്യങ്ങളും 12 അന്താരാഷ്ട്ര സംഘടനകളും ഇതിനോടകം അംഗങ്ങളായതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് സഖ്യത്തിന്റെ സ്ഥാപന പ്രഖ്യാപനം നടത്തിയത്. പെട്രോളിയം മന്ത്രാലയം കൈവരിച്ച വിവിധ നേട്ടങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്ത് ജൈവ ഇന്ധന ഉപയോഗം നേടിയ വിജയത്തോടൊപ്പം അവയുടെ വാണിജ്യ സാധ്യതകളും ഏറുകയാണെന്ന് ശ്രീ ഹർദീപ് സിംഗ് പുരി ചൂണ്ടിക്കാട്ടി. ജൈവ ഇന്ധനങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസിന് തുടക്കമിട്ടത്. അദാനി ഹിൻഡൻബർഗ് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന ഹർജി തള്ളി സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് സെബിയിൽ നിന്ന് അന്വേഷണം SITക്ക് കൈമാറണമെന്ന ഹർജി തള്ളിയത്. സെബി അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ 2 ദിവസത്തെ നേപ്പാൾ സന്ദർശനം നാളെ ആരംഭിക്കും. നേപ്പാൾ വിദേശകാര്യമന്ത്രി NP സൌദിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. കാഠ്മണ്ഡുവിൽ നടക്കുന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത കമ്മീഷന്റെ 7ാമത് യോഗത്തിന് ഇരുവരും അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേപ്പ് ടൌൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ദിവസം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 98 റൺസിന്റെ ലീഡ്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 55 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിൽ 153 റൺസാണ് ഇന്ത്യ നേടിയത്. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിലെ ഗ്രാമ നഗര പ്രദേശങ്ങളിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പള്ളിക്കൽ, നാലാഞ്ചിറ എന്നിവിടങ്ങളിലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പര്യടനം. കൊല്ലം ജില്ലയിലെ നഗരപ്രദേശങ്ങളിലും പര്യടനം ആരംഭിച്ചു. ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റികളിൽ 2 വീതം കേന്ദ്രങ്ങളിലും കൊല്ലം കോർപ്പറേഷനിൽ 15 കേന്ദ്രങ്ങളിലുമായി ആകെ 23 ഇടങ്ങളിൽ യാത്രയുടെ ഭാഗമായ ജനസമ്പർക്ക പരിപാടി നടത്തും. ഇടുക്കിയിലെ നെടുങ്കണ്ടത്തും കരുണാപുരത്തും എറണാകുളത്തെ മട്ടാഞ്ചേരിയിലും തൃശൂരിലെ മേലൂർ, കണ്ണൂരിലെ മേലെച്ചൊവ്വ, മാങ്ങാട്ടിടം പഞ്ചായത്തുകളിലും ഇന്ന് യാത്ര എത്തിച്ചേർന്നു. കോഴിക്കോട് ജില്ലയിലെ 56 ഗ്രാമപഞ്ചായത്തുകളിൽ ഇതിനകം പര്യടനം പൂർത്തിയാക്കി. വികസിത് ഭാരത് സങ്കൽപ് യാത്രയിലൂടെ രാജ്യത്തുടനീളം 1,64,00,000 ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ. ഗുണഭോക്താക്കളുടെ കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ആയുഷ്മാൻ കാർഡുകൾ. PM സ്വനിധി പദ്ധതിയിലൂടെ 6.79 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് പ്രവർത്തന മൂലധന വായ്പ നൽകിയതായും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര സർക്കാർ 9.5 കോടി ഗ്യാസ് കണക്ഷനുകൾ സൌജന്യമായി നൽകിയെന്നും ഇതിലൂടെ പുകരഹിത അടുക്കളകൾ യാഥാർത്ഥ്യമായെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. തെലങ്കാനയിലെ മേഡ്ചൽ മൽക്കജ് ഗിരി ജില്ലയിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസമിലെ ഗോലാഘാട്ടിൽ നടന്ന വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായവർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ നടന്ന അപകടത്തിൽ 13 പേർ മരിക്കുകയും 30 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം പ്രഖ്യാപിച്ചു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും. ജനുവരി 8 വരെ നീളുന്ന മേളയിൽ 14,000-ഓളം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. പുനർഗേഹം പദ്ധതിയുടെ സർവേ ലിസ്റ്റിൽ ഉൾപ്പെട്ടതും സുരക്ഷിത മേഖലയിൽ സ്വന്തമായി ഭൂമിയുള്ളവരുമായ 355 ഗുണഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശത്തിൽ ഭേദഗതി വരുത്തി ഭവന നിർമ്മാണ ആനുകൂല്യം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പദ്ധതിക്കായി ഭരണാനുമതി നൽകിയിട്ടുള്ള 2,450 കോടി രൂപയിൽ നിന്ന് 4 ലക്ഷം രൂപ വീതമാണ് നൽകുക. രാഷ്ട്രീയ രജ്പുത് കർണി സേന നേതാവ് സുഖ്ദേവ് സിംഗ് ഗോഗമേദിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ ഇയാളുടെ പങ്ക് വെളിപ്പെട്ടതായി NIA അറിയിച്ചു. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇതോടെ 9 ആയി. മൂടൽമഞ്ഞുള്ളപ്പോൾ ട്രെയിനുകളുടെ യാത്ര സുഗമമാക്കുന്നതിന് ഏകദേശം 20,000 ഫോഗ് പാസ് ഉപകരണങ്ങൾ ഒരുക്കിയതായി റെയിൽവേ. കടുത്ത മൂടൽമഞ്ഞിൽ ലോക്കോ പൈലറ്റിനെ സഹായിക്കുന്നതാണ് ഫോഗ് പാസ്. പ്രധാന വാർത്തകൾ വീണ്ടും.
പാവപ്പെട്ടവർ, യുവജനങ്ങൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ വികസനത്തിലൂടെയാണ് രാജ്യം പുരോഗതി കൈവരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശൂരിൽ റോഡ് ഷോയിലും വനിതാ സംഗമത്തിലും അദ്ദേഹം പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ സുസ്ഥിര വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. കവരത്തി ദ്വീപിൽ 1156 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ 9 വർഷത്തിനിടെ വലിയ മുന്നേറ്റമുണ്ടായതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. അദാനി ഹിൻഡൻബർഗ് വിഷയം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന ഹർജി തള്ളി സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര പര്യടനം തുടരുന്നു. ഇതുവരെ വിതരണം ചെയ്തത് 1.64 കോടി ആയുഷ്മാൻ കാർഡുകൾ. കേപ്പ് ടൗൺ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 98 റൺസിന്റെ ലീഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.